നമസ്കാരം. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി തലമുറയിലെ യുദ്ധവിമാന പൈലറ്റുമാരെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് നിലവിലുള്ള BAE ഹോക്ക് വിമാനങ്ങളുടെ വിരമിക്കലും അവയ്ക്ക് പകരമായി ഏകദേശം 150 പുതിയ സ്റ്റേജ് 3 അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനറുകൾ കണ്ടെത്താനുള്ള നീക്കവും. വ്യോമസേനയുടെ ഭാവി വ്യോമയാന മേഖലയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ വലിയ കരാറിനായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ പുതിയ HLFT-42 സൂപ്പർസോണിക് ട്രെയിനറും നിലവിലുള്ള തേജസ് യുദ്ധവിമാനത്തിൻ്റെ ഇരട്ട സീറ്റ് പരിശീലന പതിപ്പും തമ്മിലാണ് പ്രധാനമായും മത്സരം നടക്കുന്നത്. പൈലറ്റ് പരിശീലനത്തിനായി മാത്രം അടിമുടി രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ വിമാനത്തെ ആശ്രയിക്കണോ, അതോ രാജ്യത്തിൻ്റെ മുൻനിര ഫൈറ്റർ ഫ്ലീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച വിമാനത്തെ തിരഞ്ഞെടുക്കണോ എന്ന ഗൗരവകരമായ ചർച്ചകളിലാണ് സൈനിക തീരുമാനമെടുക്കുന്നവർ. ഈ മത്സരത്തിൽ തേജസ് ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടം അതിൻ്റെ പൊതുവായ ഘടനയും നിലവിലുള്ള നിർമ്മാണ സൗകര്യങ്ങളുമാണ്. പുതിയൊരു വിമാനം ആദ്യമായി എഞ്ചിനീയറിംഗ് ചെയ്ത് ഉണ്ടാക്കുന്നതിന് പകരം നിലവിലുള്ള തേജസ് അസംബ്ലി ലൈനുകളെ പ്രയോജനപ്പെടുത്താൻ വ്യോമസേനയ്ക്ക് സാധിക്കും. സാധാരണ ലൈറ്റ് കോമ്പാക്ട് ഫൈറ്ററുമായി ഇലക്ട്രോണിക് ആർക്കിടെക്ചർ, ഗ്രൗണ്ട് സപ്പോർട്ട് റൂളുകൾ, സ്പെയർ പാർട്സുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി നിർണായകമായ സംവിധാനങ്ങൾ തേജസ് പരിശീലന വിമാനവും പങ്കിടുന്നുണ്ട്. വരും കാലങ്ങളിൽ തേജസ് MK-1A, MK-2 തുടങ്ങിയ വലിയൊരു നിര വിമാനങ്ങൾ ഉപയോഗിക്കാൻ ലക്ഷ്യമിടുന്ന വ്യോമസേനയ്ക്ക് ഈ സാങ്കേതിക ഐക്യരൂപ്യം ലോജിസ്റ്റിക് വെല്ലുവിളികൾ വളരെയധികം ലഘൂകരിക്കാൻ സഹായിക്കും. കൂടാതെ പരിശീലനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥി പൈലറ്റുമാർക്ക് യാതൊരുവിധ അധിക പരിശീലനമോ സമയനഷ്ടമോ ഇല്ലാതെ നേരിട്ട് തേജസ് യുദ്ധവിമാന സ്ക്വാഡ്രണുകളിലേക്ക് മാറാൻ സാധിക്കുന്നത് വലിയൊരു സാമ്പത്തിക ലാഭവും സമയലാഭവുമാണ്. മറുവശത്ത് HLFT-42 എന്ന വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പൈലറ്റുമാരെ പരിശീലിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മാത്രം പൂർണ്ണമായും രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒന്നാണ്. എയ്റോ ഇന്ത്യ 2023 പ്രദർശന വേളയിൽ ആദ്യമായി പുറത്തിറക്കിയ ഈ വിമാനം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം നൽകുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നിലിരിക്കുന്ന ഇൻസ്ട്രക്ടർക്ക് മികച്ച കോക്പിറ്റ് കാഴ്ചാ സൗകര്യം, കൃത്യമായ ഫ്ലൈറ്റ് ഹാൻഡ്ലിംഗ്, കുറഞ്ഞ പ്രവർത്തന ചെലവ് തുടങ്ങിയ സുപ്രധാനമായ വിദ്യാഭ്യാസ സവിശേഷതകൾ മുൻനിർത്തിയാണ് ഇതിൻ്റെ ഡിസൈൻ. ഒരു സാധാരണ യുദ്ധവിമാനത്തെ ഇരട്ട സീറ്റ് ട്രെയിനറാക്കി മാറ്റുന്നത് സാങ്കേതികമായി ഏറെ പ്രയാസമുള്ള കാര്യമാണ്. ഭാരക്കൂടുതലും ബാലൻസിംഗ് വ്യത്യാസങ്ങളും കാരണം സുരക്ഷ ഉറപ്പാക്കാൻ വിപുലമായ എയറോഡൈനാമിക് പരിശോധനകൾ ആവശ്യമായി വരും. റഫാൽ, AMCA തുടങ്ങിയ യുദ്ധവിമാനങ്ങൾക്കായി പൈലറ്റുമാരെ സജ്ജമാക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന HLFT-42 നിലവിലുള്ള വിമാനങ്ങളിലെ പോരായ്മകളെല്ലാം ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് HAL പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ആധുനിക വ്യോമയുദ്ധങ്ങളിൽ മനുഷ്യന്മാരായ പൈലറ്റുമാരും ആളില്ലാ ഡ്രോണുകളും ഒരുപോലെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത്തരം ഡിജിറ്റൽ യുദ്ധതന്ത്രങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള മികച്ചൊരു ക്ലാസ് മുറിയായി തേജസ് അടിസ്ഥാനമാക്കിയുള്ള ട്രെയിനറിന് പ്രവർത്തിക്കാൻ സാധിക്കും. എങ്കിലും ഏതൊരു വിമാനം തിരഞ്ഞെടുത്താലും ഭാവിയിലെ യുദ്ധക്കളങ്ങളെ കൃത്യമായി അനുകരിക്കുന്നതിനായി പ്രത്യേക ഡാറ്റ ലിങ്കുകളും ഇൻ്റലിജൻറ്റ് മിഷൻ സോഫ്റ്റ്വെയറുകളും ഇതിൽ ഘടിപ്പിക്കേണ്ടതുണ്ട്. 150 വിമാനങ്ങൾക്കായുള്ള ഈ വലിയ ഓർഡർ ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്ക് വലിയ സാമ്പത്തിക ഉത്തേജനമായിരിക്കും നൽകുക. തേജസ് ട്രെയിനർ തിരഞ്ഞെടുക്കുന്നത് നിലവിലുള്ള സപ്ലൈ ചെയിനുകളെ ശക്തിപ്പെടുത്തുകയും ആഭ്യന്തര സ്വകാര്യ വിതരണക്കാർക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുകയും ചെയ്യും. അതേസമയം HLFT-42 അനുമതി നൽകുന്നത് ഇന്ത്യയിൽ തികച്ചും പുതിയൊരു തദ്ദേശീയ വ്യോമയാന പദ്ധതിക്ക് തുടക്കം കുറിക്കാനും ഭാവിയിൽ അന്താരാഷ്ട്ര വിപണിയിൽ കയറ്റുമതി ചെയ്യാനുമുള്ള അവസരങ്ങൾ തുറക്കാനും സഹായിക്കും. ചുരുക്കത്തിൽ വ്യോമസേനയുടെ മുൻഗണന പരിശീലനത്തിൻ്റെ ഗുണനിലവാരവും കാര്യക്ഷമതയുമാണെങ്കിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത HLFT-42 കൂടുതൽ അനുയോജ്യമായി തോന്നാം. എന്നാൽ ലളിതമായ ലോജിസ്റ്റിക്സ്, ഫാക്ടറി കാര്യക്ഷമത, അടിയന്തര സാഹചര്യങ്ങളിൽ പരിമിതമായ തോതിലുള്ള യുദ്ധമുഖത്തെ ഉപയോഗം എന്നിവയ്ക്കാണ് പ്രാധാന്യമെങ്കിൽ തേജസ് ട്രെയിനർ മികച്ചൊരു ബദലാണ്. ഈ രണ്ട് ഓപ്ഷനുകളിൽ ഏത് തിരഞ്ഞെടുക്കപ്പെടും എന്നത് തേജസ് ട്രെയിനറിന് വികസന തടസ്സങ്ങളില്ലാതെ എല്ലാ പരിശീലന ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുമെന്നത് HLFT തെളിയിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഹോക്ക് വിമാനങ്ങൾക്ക് പകരക്കാരെ കണ്ടെത്തുക എന്നത് മാത്രമല്ല, മറിച്ച് ദശാബ്ദങ്ങളോളം നൂറുകണക്കിന് വിമാനങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയുന്ന
സ്വയം പര്യാപ്തമായ ഒരു പ്രതിരോധ വ്യോമയാന ശൃംഖല കെട്ടിപ്പടുക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഈ സുപ്രധാന തീരുമാനത്തിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. HLFT-42 എന്ന അടുത്ത തലമുറ സൂപ്പർസോണിക് പരിശീലന വിമാനം വെറുമൊരു ട്രെയിനർ എന്നതിലുപരി അടിയന്തര സാഹചര്യങ്ങളിൽ പൂർണ്ണ സജ്ജമായ ഒരു യുദ്ധവിമാനമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വ്യോമയാന ചരിത്രത്തിൽ പരിശീലന വിമാനങ്ങൾ സാധാരണയായി പൈലറ്റുമാരെ പഠിപ്പിക്കാൻ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് എങ്കിലും ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് മിക്ക രാജ്യങ്ങളും ഡ്യുവൽ റോൾ അഥവാ പരിശീലനത്തോടൊപ്പം യുദ്ധമുഖത്തും ഉപയോഗിക്കാൻ കഴിയുന്ന വിമാനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ ആശയത്തിൻ്റെ മികച്ച ഉദാഹരണമാണ് HLFT-42. സമാധാന കാലത്ത് പൈലറ്റുമാർക്ക് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ പറത്താനുള്ള പരിശീലനം നൽകാൻ ഉപയോഗിക്കുന്ന ഈ വിമാനം യുദ്ധകാലത്തോ അടിയന്തര സാഹചര്യങ്ങളിലോ ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെ ചെറുക്കാനും ശത്രു കേന്ദ്രങ്ങൾ തകർക്കാനും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക മികവുകളോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അതിൽ സജ്ജീകരിച്ചിരിക്കുന്ന ആയുധ ശേഷിയാണ്. വിമാനത്തിൻ്റെ ചിറകുകൾക്കടിയിലും മധ്യഭാഗത്തുമായി വിവിധ തരം ആയുധങ്ങൾ ഘടിപ്പിക്കുന്നതിനായി ആകെ 11 ഹാർഡ് പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുത്തുവിടുന്ന മിസൈലുകളും കൃത്യതയോടെ ലക്ഷ്യം കാണിക്കുന്ന ബോംബുകളും വഹിക്കാൻ ഇതിന് സാധിക്കും. ഇതുവഴി ഒരു സാധാരണ ലൈറ്റ് കോംബാറ്റ് ഫൈറ്റർ വിമാനത്തിന് സമാനമായ രീതിയിൽ വ്യോമാക്രമണങ്ങളിൽ പങ്കെടുക്കാൻ ഇതിന് സാധിക്കും. കൂടാതെ ആധുനിക വ്യോമയുദ്ധങ്ങൾക്ക് ആവശ്യമായ അത്യാധുനിക സെൻസറുകളും റഡാർ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തം AESA റഡാർ, ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സംവിധാനം, വിപുലമായ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്നിവ ഈ വിമാനത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. ഇത് യുദ്ധമുഖത്ത് ശത്രുക്കളുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനും റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് മുന്നേറാനും ശത്രുക്കളുടെ ഡിജിറ്റൽ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താനും സഹായിക്കും. അതുകൊണ്ട് തന്നെ പരിശീലന ഘട്ടത്തിൽ നിന്ന് നേരിട്ടൊരു യുദ്ധ ദൗത്യത്തിലേക്ക് മാറാൻ ഈ വിമാനത്തിന് വലിയ പ്രയാസമുണ്ടാകില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു വിമാനം സേനയിൽ ഉൾപ്പെടുത്തുന്നത് വലിയ തന്ത്രപരമായ നേട്ടമാണ്. അതിർത്തികളിൽ അടിയന്തര യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മുൻനിര യുദ്ധവിമാനങ്ങൾക്കൊപ്പം തന്നെ ഇത്തരം പരിശീലന വിമാനങ്ങളെയും ആയുധങ്ങൾ നൽകി യുദ്ധമുഖത്തിറക്കാൻ സാധിക്കുന്നത് വ്യോമസേനയുടെ മൊത്തത്തിലുള്ള കരുത്ത് വർദ്ധിപ്പിക്കും. വലിയൊരു ഫൈറ്റർ ഫ്ലീറ്റ് നിലനിർത്തുന്നതിനൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ അധികമായൊരു യുദ്ധവിമാന നിരയെക്കൂടി കയ്യിൽ കരുതാൻ ഇത് ഇന്ത്യയെ സഹായിക്കുന്നു. ഉപസംഹാരമായി HLFT-42 എന്നത് കേവലം പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്ന ഒരു വാഹനം മാത്രമല്ല, മറിച്ച് രാജ്യത്തിൻ്റെ പരമാധികാരവും സുരക്ഷയും കാത്തുസൂക്ഷിക്കാൻ വേണ്ടി എപ്പോൾ വേണമെങ്കിലും യുദ്ധത്തിനിറങ്ങാൻ സാധിക്കുന്ന ഒരു തന്ത്രപ്രധാനമായ ആയുധം കൂടിയാണ്. തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ അത്യാധുനിക വിമാനം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തവും ആത്മവിശ്വാസവും ഉള്ളതാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിലവിലുള്ള BAE ഹോക്ക് വിമാനങ്ങൾക്ക് പകരമായി HLFT-42 വിമാനങ്ങളോ അല്ലെങ്കിൽ തേജസ് യുദ്ധവിമാനത്തിൻ്റെ ഇരട്ട സീറ്റ് പരിശീലന പതിപ്പോ തിരഞ്ഞെടുക്കാനുള്ള ഈ നിർണായകമായ തീരുമാനം ഇന്ത്യയുടെ വ്യോമയാന കരുത്ത് വർദ്ധിപ്പിനൊപ്പം അയൽ രാജ്യങ്ങളായ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും സൈനിക കണക്കുകൂട്ടലുകളെയും തന്ത്രങ്ങളെയും കാര്യമായി ബാധിക്കുന്ന ഒന്നാണ്. ആധുനിക വ്യോമയുദ്ധങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് പൈലറ്റുമാരെ സജ്ജമാക്കുന്ന ഈ അത്യാധുനിക പരിശീലന സംവിധാനം ശത്രുരാജ്യങ്ങൾക്ക് എത്തരത്തിലാണ് വലിയൊരു തിരിച്ചടിയാകുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനമായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആകാശ പോരാട്ടങ്ങളിൽ ഇന്ത്യയുമായുള്ള അന്തരം വീണ്ടും വർദ്ധിപ്പിക്കാൻ ഈ ഒരു പുതിയ പദ്ധതി കാരണമാകും. പാക് വ്യോമസേന തങ്ങളുടെ പൈലറ്റ് പരിശീലനത്തിനും യുദ്ധതന്ത്രങ്ങൾക്കും പഴയതും വിദേശ നിർമ്മിതവുമായ വിവിധയിനം വിമാനങ്ങളെയാണ് നിലവിൽ ആശ്രയിക്കുന്നത്. എന്നാൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് അധിഷ്ഠിത പരിശീലന വിമാനങ്ങളോ HLFT-42 പോലെയുള്ള അത്യാധുനിക സൂപ്പർസോണിക് ജെറ്റുകളോ ഉപയോഗിച്ച് അടുത്ത തലമുറയിലെ പൈലറ്റുമാരെ വാർത്തെടുക്കുന്നത് പാകിസ്ഥാന് വലിയൊരു വെല്ലുവിളിയാണ്. ആധുനിക റഫാൽ വിമാനങ്ങൾക്കും ഭാവിയിലെ AMCA പോലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾക്കുമൊപ്പം ഒരേ നിലവാരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന പൈലറ്റുമാരെ സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നത് അതിർത്തികളിൽ പാകിസ്ഥാൻ്റെ വ്യോമസേനാ മേധാവിത്വത്തെ പൂർണ്ണമായും തളർത്തും. മറുവശത്ത് ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ആധുനിക യുദ്ധോപകരണങ്ങളിലും ഏറെ മുന്നിലെത്താൻ ശ്രമിക്കുന്ന ചൈനയ്ക്കും ഈ തദ്ദേശീയ വ്യോമയാന മുന്നേറ്റം കനത്ത തിരിച്ചടിയാണ്. ചൈന തങ്ങളുടെ J-10, J-20 തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളും സങ്കീർണമായ പൈലറ്റ് പരിശീലന സംവിധാനങ്ങളും ഉപയോഗിച്ച് ഏഷ്യൻ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ സ്വന്തം കാലിൽ നിന്ന് ഇത്തരം അത്യാധുനിക പരിശീലന വിമാനങ്ങൾ വൻതോതിൽ നിർമ്മിക്കുന്നത് ചൈനയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്ക് വലിയൊരു തടസ്സമാണ്.
ചൈനീസ് നിർമ്മിത ജെറ്റ് വിമാനങ്ങളെയും അവരുടെ വ്യോമയുദ്ധ തന്ത്രങ്ങളെയും ഏത് നിമിഷവും പ്രതിരോധിക്കാൻ തക്കവണ്ണം ഇന്ത്യൻ പൈലറ്റുമാരെ സജ്ജമാക്കാൻ ഈ പുതിയ പരിശീലന പ്ലാറ്റ്ഫോമുകൾ സഹായിക്കും. കൂടാതെ മനുഷ്യരായ പൈലറ്റുമാരും ആളില്ലാ ഡ്രോണുകളും ഒരേ സമയം പ്രവർത്തിക്കുന്ന ആധുനിക ഡിജിറ്റൽ യുദ്ധതന്ത്രങ്ങളിൽ ഇന്ത്യൻ പൈലറ്റുമാർ പരിശീലനം നേടുന്നത് ചൈനീസ് അതിർത്തികളിൽ ഇന്ത്യക്ക് വലിയ തന്ത്രപരമായ മുൻകൈ നൽകുന്നു. ഈ പദ്ധതിയിലൂടെ ഇന്ത്യ ആർജിക്കുന്ന സാങ്കേതിക സ്വാശ്രയത്വവും നിർമ്മാണ ശേഷിയും ശത്രു രാജ്യങ്ങളുടെ സാമ്പത്തിക സൈനിക സമ്മർദ്ദങ്ങളെ നിഷ്പ്രഭമാക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം നിലയിൽ 150ലധികം അത്യാധുനിക പരിശീലന വിമാനങ്ങൾ നിർമ്മിക്കാനും അവയെ മുൻനിര യുദ്ധവിമാനങ്ങളുമായി എളുപ്പത്തിൽ സംയോജിപ്പിക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ശത്രുക്കളുടെ സൈനിക മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കും. ഏത് അടിയന്തര സാഹചര്യത്തിലും രാജ്യത്തിൻ്റെ വ്യോമാതിർത്തികൾ സംരക്ഷിക്കാൻ തക്കവണ്ണം ഉയർന്ന നിലവാരമുള്ള പൈലറ്റുമാരുടെ വലിയൊരു നിരയെ സൃഷ്ടിച്ചെടുക്കാൻ ഈ പദ്ധതി കാരണമാകുന്നു എന്നത് പാകിസ്ഥാനെയും ചൈനയെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന പ്രധാന കാര്യമാണ്. ഉപസംഹാരമായി, ഇതൊരു കേവലം പരിശീലന വിമാനങ്ങളുടെ മാറ്റം മാത്രമല്ല, മറിച്ച് ഏഷ്യൻ മേഖലയിൽ ഇന്ത്യയുടെ വ്യോമയാന സർവാധിപത്യവും പ്രതിരോധ കരുത്തും ഉറപ്പിച്ചു നൽകുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകളും മികച്ച പരിശീലനവും വഴി ഇന്ത്യൻ വ്യോമസേന കൂടുതൽ ശക്തമാകുമ്പോൾ അത് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഏത് ദുഷ്ടലാക്കുകളെയും ഫലപ്രദമായി പ്രതിരോധിക്കാനും ദക്ഷിണേഷ്യൻ മേഖലയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്താനും രാജ്യത്തെ ശക്തമായി സഹായിക്കും. ആധുനിക യുദ്ധക്കളങ്ങളിലെ വിജയങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഈ തദ്ദേശീയ മുന്നേറ്റം ശത്രു രാജ്യങ്ങളുടെ എല്ലാവിധ സൈനിക കണക്കുകൂട്ടലുകളെയും തകിടം മറിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.